സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? വ്യവസായം എങ്ങനെ വിജയിപ്പിക്കാമെന്നതാണ് വിഷയം. സ്ഥലം കാലിക്കറ്റ് ട്രേഡ് സെന്റർ. സംഘാടകർ റോട്ടറി ക്ലബ്. ക്ലാസ് എടുക്കുന്നത് പ്രമുഖ ബിസിനസ് ട്രെയിനർ എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ. ബിസിനസ്സിന് ആദ്യം വേണ്ടത് സമയനിഷ്ഠയും ക്ഷമയും വിനയവുമാണ്. 1:30 നിശ്ചയിച്ച പരിപാടിക്ക് ഇദ്ദേഹം എത്തുന്നത് 2:45. സമയത്തിന്റെ വിലയെക്കുറിച്ച് ക്ലാസ് എടുക്കാനാണ് ഇദ്ദേഹം എത്തുന്നത് എന്നുകൂടി ഓർക്കണം. പ്രതീക്ഷിച്ച ആളുകൾ ഹാളിലില്ലത്രേ. പുള്ളിക്കാരനാവട്ടെ താമസിച്ച ഹോട്ടലിൽ തന്നെയായിരുന്നു. ഓഡിയൻസായി 1000 പേരെങ്കിലും വേണമെന്നായി. ഒടുവിൽ സംഘാടകർ കാലുപിടിച്ചു. ക്ലാസ് തുടങ്ങി. ഇടയ്ക്കിടെ പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിനിടെ ഇദ്ദേഹം ഓഡിയൻസിന് നേരെ നടത്തിയത് പൂരത്തെറിയുടെ മാലപ്പാട്ടും. 4 ലക്ഷം രൂപ 2 മാസം മുൻപേ മുൻകൂർ അടച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷമാണ് പ്രോഗ്രാം നടത്തുന്നത്. ബിസിനസ് പ്രമുഖർക്ക് ക്ലാസ് എടുക്കാനാണ് ഇദ്ദേഹം വന്നത്. തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ വലിപ്പം കാണാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു തരം മാനസിക അസ്വസ്ഥ്യം ഉള്ളതുപോലെയായിരുന്നു പെരുമാറ്റം മുഴുവനും. ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ. ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? ഒടുവിൽ ശ്രോതാക്കളിൽ ഒരാൾ ബിസിനസ്സുകാരെ തെണ്ടി എന്ന് വിളിക്കരുതെന്നും താങ്കളുടെ ക്ലാസ് ആവശ്യമില്ലെന്നും പറഞ്ഞു. സദസ്സൊന്നടങ്കം ഇയാളെ വളഞ്ഞതോടെ സംഘാടകരായ റോട്ടറി ക്ലബ് ഇദ്ദേഹത്തെ സുരക്ഷിതമായി കാറിലെത്തിച്ചു. എന്നാൽ ബിസിനസ്സുകാർ കാർ തടഞ്ഞുവെച്ച് അദ്ദേഹത്തോടുള്ള രോഷം പ്രകടമാക്കി. ഏറെ നേരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് മുന്നിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. നന്മ പറയാൻ ഏൽപ്പിക്കപ്പെട്ടയാൾ തിന്മ പറയുകയും അയാൾ വില്ലനാവുകയും ചെയ്ത അവസ്ഥ. മാസങ്ങളായി റോട്ടറി ക്ലബ് ഈ പരിപാടിക്കായി ഓടി നടക്കുകയായിരുന്നു. എത്ര എഫേർട്ട് എടുത്തായിരിക്കും ഇവർ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക? മറ്റു പരിപാടികളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഒരു കല്യാണം നന്നായി നടന്നിട്ടുണ്ടാവും. പക്ഷേ കല്യാണത്തിന് വന്ന 3 പേർക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ അത് മതി. കല്യാണത്തിന് വന്നവർക്ക് ചോറ് കിട്ടിയില്ലെന്നാവും ആളുകളുടെ പറച്ചിൽ. അതുപോലെയായി ഈ കാര്യവും. കോടികൾ ചിലവഴിച്ച് നടത്തിയ പ്രോഗ്രാമിനെ പോലും ഈ സ്വഭാവം ബാധിച്ചു. ഒരു മോട്ടിവേറ്റർ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ കണ്ണുകളിൽ സദസ്യർക്ക് ആ തിളക്കം കാണണം. അയാളുടെ വേഷത്തിൽ, അയാളുടെ വാക്കുകളിൽ എല്ലാം ആകർഷണീയതയുണ്ടാവണം. അയാളുടെ വാക്കുകൾ അവരെ ഹരം കൊള്ളിക്കണം. അവർക്ക് ആവേശമാകണം. അവർക്ക് അനുകരണീയമാകണം. എന്നാൽ ഒരു മോട്ടിവേറ്ററുടെ റോളിലെത്തിയ നിരവധി വേദികൾ കയറിയിറങ്ങിയ ഒരാൾ ഇവിടെ വന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പറഞ്ഞ പണം 2 മാസം മുൻപ് തന്നെ അടച്ചു. കോഴിക്കോട്ടെ മുന്തിയ ഹോട്ടലിൽ താമസ സൗകര്യം ഏർപ്പെടുത്തി. എല്ലാ ആതിഥ്യ മര്യാദയും കാണിച്ചു. തന്നേക്കാൾ സമൂഹത്തിൽ ഉന്നതരായ ആളുകളുള്ള വേദിയിലെത്തിയപ്പോൾ ഇദ്ദേഹം സ്വയം മറന്നു. ഞാൻ നിങ്ങളെ തീ തീറ്റിച്ചുകൊണ്ടു തന്നെ ഇരിക്കും. പണവും തന്ന് എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാനിരിക്കുന്നു. നാറികൾ, തെണ്ടികൾ, ഉളുപ്പില്ലാത്തവർ, മൂഞ്ചുക തുടങ്ങി സമൂഹത്തിൽ മാന്യന്മാർ ഉപയോഗിക്കാത്ത വാക്കുകൾ അസ്ഥാനത്ത് പ്രയോഗിച്ചുകൊണ്ടിരുന്നു. ഒരു മോട്ടിവേറ്റർ സദസ്സറിഞ്ഞ് സംസാരിക്കുമ്പോഴേ ആ ക്ലാസ് നന്നാവുകയുള്ളൂ. സഭ്യത പോയിട്ട് മാന്യത പോലും അദ്ദേഹം സംഘാടകരോട് കാണിച്ചില്ല. ഒടുവിൽ ഇറങ്ങിപ്പോടാ എന്ന് ഓഡിയൻസിനെ കൊണ്ട് കേൾപ്പിക്കുകയും ചെയ്തു. മനുഷ്യർക്ക് എത്ര പണമുണ്ടെങ്കിലും എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും കാര്യമില്ല. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ അറിയില്ലെങ്കിൽ ദാ ഇതുപോലെ സംഭവിക്കും എന്ന മെസ്സേജ് മാത്രമായി പോയി ഈ ക്ലാസ് കൊണ്ട് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്ദേശം. റോട്ടറി ക്ലബ് അങ്ങനെ സായുജ്യമടയട്ടെ.